ചിരിയും കളിയുമായിട്ട് ജീവിക്കേണ്ട കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് യുദ്ധത്തിന്റെ ഭീകരതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ജനിച്ച് വീണപ്പോൾ തൊട്ട് യുദ്ധത്തിന്റെ ആ ഒരു സാഹചര്യമാണ് അവർ കണ്ടു വളരുന്നത്. അപ്പൊ അത്രയ്ക്കും ദയനീയമായ ഒരു ജീവിത സാഹചര്യമാണ് അവിടുത്തെ കുട്ടികളുടെ എന്ന് പറയും. കാരണം ലോകത്ത് ഒരു കുട്ടികളും അനുഭവിക്കാത്ത തരത്തിലുള്ള അത്രയും ദയനീയമായിട്ട് അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവിടുത്തെ കുട്ടികൾ പോകുന്നത്. ഒരു വയസ്സിന് താഴെയുള്ള ഒരുപാട് കുട്ടികൾ മരിക്കുന്നുണ്ട്. 1 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഇവരുടെ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗാസ നിവാസികളുടെ വീടായാലും അല്ലെങ്കിൽ അവരുടെ കുടുംബമായാലും എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർ പലരും മിക്കരും അഭയ കേന്ദ്രങ്ങളിലൊക്കെ ആയിട്ടാണ് അവരിപ്പോ വീണ കെട്ടിടങ്ങൾക്ക് അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ അവിടെയൊക്കെയാണ് അവര് ടെന്റ് കെട്ടിയൊക്കെയാണ് താമസിക്കുന്നത്. ആ ടെന്റിൽ പോലും ഇത്തരത്തിൽ ബോംബ് വർഷിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി അവരെ ആക്രമിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഇസ്രയേലിനെയാണ് നമ്മൾ മറ്റൊരു പക്ഷത്ത് കാണുന്നത്. ശരിക്കും ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് കാണിക്കുന്ന ഇസ്രയേൽ അവർക്ക് ഫുഡിന്റെ കാര്യമായാലും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായാലും ആശുപത്രികളെ തകർത്ത് കളഞ്ഞൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഗർഭിണികളായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പോലും പോഷകാഹാരം ഇല്ല. അതുപോലെ കുട്ടികൾക്ക് കഴിക്കേണ്ട പ്രായത്തിൽ അവർക്ക് ആഹാരം കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ പോഷകാഹാരക്കുറവും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്.